ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ലോകത്തിലെ ഇന്നത്തെ പ്രധാന രാഷ്ട്രീയ വാർത്ത എന്ന് പറഞ്ഞാൽ കാനഡയിലെ ഇലക്ഷൻ റിസൾട്ട് തന്നെയാണല്ലോ. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കാനഡ രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ, മാറിയ സാഹചര്യത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇലക്ഷൻ സമയത്തിന് മുന്നേ നടത്തി മാറ്റങ്ങൾ സംഭവിച്ചു ഇല്ല. ഒരു പ്രത്യേകതര രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ യൂറോപ്യൻ രാഷ്ട്രീയം ലോകം മുഴുവൻ കടന്നു പോകുന്നതെങ്കിലും കാനഡയിലും അതുതന്നെയാണ് അവസ്ഥ. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്നത് മാത്രമല്ല, അതേ സർക്കാർ തന്നെ ഭരണം നിലനിർത്തുകയും ചെയ്തു. ലോകത്തിലെ ഇന്നത്തെ പ്രധാന രാഷ്ട്രീയ വാർത്ത എന്ന് വെച്ചാൽ കാനഡയിലെ ഇലക്ഷൻ റിസൾട്ട് ആയിരുന്നു. രാഷ്ട്രീയ ലോകം വളരെ ശ്രദ്ധയോടെയാണ് കാനഡ രാഷ്ട്രീയത്തെ വീക്ഷിച്ചിരുന്നത്. അതിന് ഒരു ലോകരാഷ്ട്രീയത്തിന് ഒരുപാട് കാരണങ്ങളുമുണ്ടല്ലോ. കാനഡ എന്ന രാഷ്ട്രത്തെ ഇത്രയും ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ നമ്മുടെ US പ്രസിഡന്റാണ്. നിരവധി പ്രസ്താവനകളാണല്ലോ ലോകരാഷ്ട്രീയം അദ്ദേഹം നടത്തിയത്. ലോകരാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് മുഴുവൻ അതേക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും, അറിയാവുന്നതുമാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കഴിഞ്ഞ ജനുവരിയിലാണ് ജസ്റ്റിൻ ട്രൂഡോ, മുൻ കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനാൽ പുതിയ പ്രധാനമന്ത്രി അധികാരമേറ്റതും എല്ലാ സംഭവ വികാസങ്ങളും നമ്മളെല്ലാവരും വീക്ഷിച്ചതാണല്ലോ. ഒക്ടോബർ വരെ ആ മന്ത്രിസഭയ്ക്ക് കാലാവധിയുണ്ട്. എങ്കിലും രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു. അത് ഫലം കണ്ടു എന്ന് തന്നെയാണ് രാഷ്ട്രീയ ലോകം മുഴുവൻ വിലയിരുത്തുന്നത്. കാനഡയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇലക്ഷൻ റിസൾട്ടും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. കർണി സർക്കാർ അധികാരം നിലനിർത്തും എന്നാണ് ഇതുവരെയുള്ള ഫലം വ്യക്തമാക്കുന്നത്. ലിബറൽ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അഭിനന്ദിച്ച് US മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയതും വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ ഒരു സംഭവ വികാസമാണ് എന്നാണ് വേൾഡ് പൊളിറ്റിക്സ് നിരീക്ഷകരൊക്കെ അതിനെപ്പറ്റി വളരെ സർപ്രൈസ് ആയ ഒരു രാഷ്ട്രീയ വിശകലനമാണത് എന്നാണ് അത് എല്ലാവരും വിലയിരുത്തുന്നത്. കാനഡ രാഷ്ട്രീയത്തിലെ കൂടുതൽ വിശകലനങ്ങൾ അറിയേണ്ടതുണ്ട്. വിശദമായ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിർത്തുന്നു. ഈ വീഡിയോ സമ്പൂർണ്ണമല്ല, കാരണം ഈ റിസൾട്ട് പൂർണ്ണമായും എത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇനിയും ഇത് ഇലക്ഷൻ ആയിട്ട് അപ്ഡേറ്റുകളും അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനുണ്ട്. കൂടുതൽ വിശദമായ വിവരങ്ങൾ എത്തിയതിനു ശേഷം അടുത്ത വീഡിയോയിൽ ഇതേ വിഷയം തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. ഈ ചാനൽ ഇതുവരെ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.